കൊച്ചിയിലും ബാംഗ്ലൂരൊക്കെ വൈറലായ ഇൻഫ്യൂസ് ചിക്കൻ ഫൈനലി നമ്മളെ തൃശ്ശൂരും വന്നിട്ടുണ്ട്. അപ്പോൾ അത് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഞങ്ങൾ പോകുന്നത്. സത്യം പറഞ്ഞാൽ ഇത് ഞാൻ രണ്ടാമത്തെ വട്ടമാണ് ട്രൈ ചെയ്യാൻ പോണത്. ആദ്യം ട്രൈ ചെയ്യാൻ പോയപ്പോൾ എനിക്ക് അത്രയ്ക്കാണ്ട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നില്ല. അത് ഞാൻ അവരോട് പറഞ്ഞപ്പോൾ അവരെനിക്കൊരു ഓപ്ഷൻ തന്നു, ഒന്നുകൂടി വന്ന് ട്രൈ ചെയ്തു. അപ്പോൾ ഞാൻ ആ ഒരു ഓപ്ഷൻ സ്വീകരിച്ച് വീണ്ടും ട്രൈ ചെയ്യാൻ പോവുകയാണ്. സോ വെൽക്കം ടു അനദർ വീഡിയോ ഓഫ് വണ്ടർ ബൈറ്റ്സ് ആൻഡ് അഡ്വഞ്ചർ. തൃശ്ശൂർ കേരളവർമ്മ കോളേജിൻ്റെ ഓപ്പോസിറ്റുള്ള ഫ്ലെയിം ഹൗസിലാണ് ഇൻഫ്യൂസ് ചിക്കൻ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. കയറി ചെന്നപ്പോൾ തന്നെ വെൽക്കം ഡ്രിങ്ക്സ് ആണ് അവർ കോംപ്ലിമെൻ്ററി ആയിട്ട് തന്നത്. ഗ്രേപ്സിൻ്റെ പൾപ്പായിരുന്നു യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആദ്യം തന്നെ ഞങ്ങൾ സൂപ്പാണ് ട്രൈ ചെയ്തത് കേട്ടോ. ഞങ്ങൾ അവരുടെ ക്രീം ഓഫ് ചിക്കൻ സൂപ്പാണ് ട്രൈ ചെയ്തത്. എനിക്ക് ഇവരുടെ മാംഗോ സൂപ്പിനെ കാട്ടിയും കുറച്ചും കൂടി ഇഷ്ടമായത് ഇവരുടെ ക്രീം ഓഫ് ചിക്കൻ സൂപ്പാണ്. വെറുതെ കുടിക്കാൻ തന്നെ അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. സൂപ്പിൻ്റെ കൂടെ തന്നെ അവർ ഗാർലിക് ബ്രെഡ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഗാർലിക് ബ്രെഡ് അതിൽ ഡിപ്പ് ചെയ്ത് കഴിക്കാനും നൈസായിരുന്നു കേട്ടോ. സ്റ്റാർട്ടറായിട്ട് ഞങ്ങൾ ട്രൈ ചെയ്തത് അവരുടെ സോൾട്ട് ആൻഡ് പെപ്പർ ബീഫായിരുന്നു. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളിയായിരുന്നു ഈ സോൾട്ട് ആൻഡ് പെപ്പർ ബീഫ്. അലുവ കഷ്ണം പോലെ ഉണ്ടായിരുന്നു ബീഫ്, അത്രയ്ക്കും സോഫ്റ്റ് ആയിരുന്നു. വായയിൽ വയ്ക്കുമ്പോൾ തന്നെ അലിഞ്ഞു പോകുന്ന ഒരു ടെക്സ്ചറായിരുന്നു ആ ഒരു ബീഫിന് ഞങ്ങൾക്ക് കിട്ടിയത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഈ ഒരു ഡിഷ് ഇഷ്ടപ്പെട്ടു. മെയിൻ കോഴ്സായിട്ട് 2 ഡിഷാണ് ഞങ്ങൾ ഓർഡർ ചെയ്തത്. ഒന്ന് ഇൻഫ്യൂസ് ചിക്കനും പിന്നെ അവരുടെ സിഗ്നേച്ചർ പെരി പെരി ചിക്കൻ. സിഗ്നേച്ചർ പെരി പെരി ചിക്കനെ കുറിച്ചിട്ട് പ്രത്യേകിച്ച് പറയേണ്ട, തൃശ്ശൂർ ഇതിനെക്കാട്ടി നല്ല പെരി പെരി ചിക്കൻ കിട്ടുന്ന വേറൊരു ഷോപ്പ് ഉണ്ടോ എന്ന് തന്നെ സംശയമാണ്. കാരണം അത്രയ്ക്കും അടിപൊളിയാണ് ഇവിടുത്തെ പെരി പെരി ചിക്കൻ. 2 ഫ്ലേവറിലാണ് വരുന്നത്. ഒന്ന് സ്വീറ്റ് ആൻഡ് ചില്ലി ഫ്ലേവറിലും മറ്റേത് ഹോട്ടിലും. സ്വീറ്റ് ആൻഡ് ചില്ലി ഫ്ലേവറിൽ ഒരു ചെറിയ മധുരമുള്ളത് ഒഴിച്ചാൽ മറ്റേത് ഏകദേശം സെയിം ആണ്. അതിൽ കുറച്ചും കൂടി എരിവ് കൂടുതലാണ്. പെരി പെരി ചിക്കന് കൂടെ അവരൊരു സിഗ്നേച്ചർ റൈസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ആ റൈസും ആ സോസും പിന്നെ ആ ഒരു ഡിപ്പൊക്കെ കൂടി കഴിക്കാൻ അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പെരി പെരി ചിക്കൻ വെറുതെ കഴിക്കാനാണ് എനിക്ക് കുറച്ചും കൂടി കൂടുതൽ ഇഷ്ടമായത്. പക്ഷേ റൈസ് മോശം എന്ന് പറയാനില്ല, റൈസ് അത്യാവശ്യം കൊള്ളായിരുന്നു കേട്ടോ. പിന്നെ വന്നതാണ് ഇൻഫ്യൂസ് ചിക്കൻ. ശരിക്ക് 2 ഫ്ലേവറിലാണ് ഇവിടെ ഇൻഫ്യൂസ് ചിക്കൻ ഉള്ളത്. ഒന്ന് ദേശി ഫ്ലേവർ, അതായത് ഒരു ബട്ടർ ചിക്കൻ്റെ ഒക്കെ ഒരു ഫ്ലേവറും പിന്നെ ഇറ്റാലിയൻ ഫ്ലേവറിലാണ് വരുന്നത്. എനിക്ക് കുറച്ചും കൂടി കൂടുതൽ ഇഷ്ടമായത് കുറച്ച് ദേശി ഫ്ലേവർ വന്നതാണ്. കാരണം ഇറ്റാലിയൻ ഫ്ലേവർ ശരിക്കാണ്ട് വന്നിട്ടില്ല. 4-5 മണിക്കൂർ സ്ലോ കുക്ക് ചെയ്തുകൊണ്ട് തന്നെ ചിക്കൻ അത്യാവശ്യം നല്ല ജ്യൂസിയും സോഫ്റ്റും ആയിരുന്നു കേട്ടോ. നമ്മൾ പിടിക്കുമ്പോൾ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ എല്ലും വന്ന് വിട്ട് പോരുണ്ടായിരുന്നു ഓരോ ചിക്കൻ്റെ പീസസും. ഇൻഫ്യൂസ് ചിക്കൻ്റെ കൂടെ ഒരു റൊട്ടി തന്നിട്ടുണ്ടായിരുന്നു. ശരിക്കും അത് റൊട്ടിയല്ല, കുബൂസ് എന്ന് പറയാനും പറ്റില്ല, ബട്ടർ നാൻ എന്ന് പറയാൻ പറ്റില്ല. അതിൻ്റെ ഇടയിലുള്ള ഒരു ഐറ്റം എന്താണെന്ന് കറക്റ്റ് എനിക്ക് മനസ്സിലായില്ല, പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ആ ഒരു കുബൂസ് ആ ഗ്രേവിയിലാണ് ഡിപ്പ് ചെയ്തെടുത്ത് ഒരു ചിക്കൻ്റെ പീസൊക്കെ കൂടി കഴിക്കാൻ അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ആദ്യം ഞാൻ പോയപ്പോൾ അത്രയ്ക്കാണ്ട് എനിക്ക് ബോധിച്ചിട്ടുണ്ടായിരുന്നില്ല. അതെന്താണെന്ന് വെച്ചാൽ അന്ന് ചിക്കൻ അത്രയ്ക്ക് കുക്കായിട്ടുണ്ടായിരുന്നില്ല, അത്ര പെട്ടെന്നൊന്നും കട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അത് മാത്രമല്ല, കഴിച്ചു കഴിയുമ്പോൾ നമുക്കൊരു കയ്പിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടുന്നുണ്ടായിരുന്നു. ഇപ്രാവശ്യം ആ കയ്പിൻ്റെ ടേസ്റ്റ് കംപ്ലീറ്റ്ലി മാറിയെന്ന് ഞാൻ പറയില്ല, എന്നാലും ഒരു 95% മാറിയിട്ടുണ്ട്. ഒരു ചെറുതായിട്ടൊരു ചെറിയ കയ്പുണ്ട്. അത് എന്തോ ഒരു ഇൻഗ്രീഡിയൻറ്റ് ആഡ് ചെയ്യണത് കൊണ്ട് ഉണ്ടാകുന്നതാണെന്നാണ് അവർ പറഞ്ഞത്. അതല്ലാണ്ട് വേറെ കുഴപ്പമൊന്നും എനിക്ക് അത്രയ്ക്കാണ് ഫീൽ ചെയ്തില്ല. രണ്ടാമത് പോയി കഴിച്ചപ്പോൾ, ആദ്യം പോയി കഴിച്ചപ്പോൾ തീരെ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പം ഇതൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ഡ്രിങ്ക്സ് കുടിക്കുന്നത് നിർബന്ധമാണല്ലോ. ഞങ്ങൾ 2 ലൈമും പിന്നെ ഒരു ഐസ് ടീ ആണ് ട്രൈ ചെയ്തത്. ലൈമ് കുറച്ചും കൂടി വെറൈറ്റി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്ത്. സാധാ ഒരു ലൈം കുടിക്കുന്ന ഫീലല്ല ഇവിടുന്ന് ലൈം കുടിച്ചപ്പോൾ കിട്ടിയത്. ഐസ് ടീയും കൊള്ളായിരുന്നു കേട്ടോ. പിന്നെ ഡെസേർട്ട് സെക്ഷനിലേക്ക് വന്നപ്പോൾ ലാസ്റ്റായിട്ട് ഞങ്ങളൊരു ഇഗ്ലൂ പിന്നെ ഒരു പനക്കോട്ടയാണ് ട്രൈ ചെയ്തത്. നിങ്ങൾ അത്യാവശ്യം നല്ല സ്വീറ്റ്നെസ് ഇഷ്ടപ്പെടുന്ന ഒരാളെന്ന് വെച്ചാൽ യു ക്യാൻ ഗോ ഫോർ ഇഗ്ലൂ. കാരണം അത്രയ്ക്ക് നല്ല മധുരം ഉണ്ട് അതിന്. ഔട്ടർ ലെയർ ബേൺ ആയി കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലൊരു ശരിക്കുള്ള സ്വീറ്റ്നെസ് വരുന്നത്. അതിൻ്റെ ഉള്ളിലത്തെ ആ ഒരു പോർഷനാണ് ശരിക്കും നമ്മളെ മധുരത്തിന് അടിമയാക്കപ്പെടുന്നത്. പനക്കോട്ട വെച്ചാൽ ഒരു ഇറ്റാലിയൻ ഡെസേർട്ടാണ്. കുറച്ചും കൂടിയും സ്വീറ്റ്നെസ് ഒക്കെ കുറവുള്ള കുറച്ച് ജെലാറ്റിനൊക്കെ ആഡ് ചെയ്തിട്ട് വരുന്ന ഒരു പുഡിങ്. അത് കാണാൻ നൈസായിരുന്നു, കഴിക്കാനും അടിപൊളിയായിരുന്നു. പക്ഷേ ഇഗ്ലൂ ആണ് കുറച്ചും കൂടി മധുരം കൂടുതലുള്ളത്. അപ്പോൾ നിങ്ങൾ ഇവിടുന്ന് ഇൻഫ്യൂസ് ചിക്കൻ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ എത്രയും വേഗം വന്ന് ട്രൈ ചെയ്തോളൂ എന്ന് പറഞ്ഞുകൊണ്ട് ബൈ ഫ്രം വണ്ടർ ബൈറ്റ്സ് ആൻഡ് അഡ്വഞ്ചർ. ഞാൻ ഈ ഒരു ഷോപ്പിൻ്റെ നെയിം പറഞ്ഞിട്ടില്ലാന്ന് തോന്നുന്നുണ്ട്. വെസ്റ്റ് ഫോർട്ടിൽ നിന്ന് പൂങ്കുന്നം പോണ റോഡിൽ കേരളവർമ്മ കോളേജിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ഈ ഒരു റെസ്റ്റോറൻറ്റ് വരുന്നത്. റെസ്റ്റോറൻറ്റിൻ്റെ പേര് പറഞ്ഞത് ഫ്ലെയിം ഹൗസ് 24. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കും. താങ്ക് യു. ഒരു കടി കൊണ്ട് കടിച്ച് ഇപ്പോഴാണ് ലേറ്റ് വന്ന അവിടെ. ഒന്നുകൂടി
മോള്